ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമുക്കിന്ന് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കിലോ കൂന്തൽ മേടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള രീതിക്ക് മുറിക്കാം. ഞാൻ ഇന്നിപ്പോൾ അങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തേക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഒരു 2 മീഡിയം സവാള, തക്കാളി, കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കേട്ടോ. സവാള കട്ട് ചെയ്തിട്ടുണ്ട്, തക്കാളിയും ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ജോലി ആരംഭിക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് ഇതിനകത്തോട്ട് നമ്മൾ കൂന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ. കൂന്തൽ കഴുകി വൃത്തിയാക്കിയ കൂന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാതെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ചട്ടിയിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുക്കാണ്ട് ഉപ്പിൽ പറ്റിച്ചെടുക്കുകയാണ്. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം, കൂന്തൽ എന്നൊക്കെ പറയണ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണ്ട. ഇതിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങും. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് കത്തിക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. കൂന്തൽ കുറച്ച് വേവുണ്ടല്ലോ. അപ്പോൾ ഒന്ന് കുറച്ച് വെള്ളം വറ്റണ വരെ നമുക്കൊന്ന് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ കുറച്ച് നേരം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. തക്കാളി, പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പില. ഇനി ഇതെല്ലാം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നല്ല കളർഫുൾ അല്ലേ? വെള്ള, മഞ്ഞ, പച്ച, ചുവപ്പ്, അടിപൊളി കളർ കോമ്പിനേഷൻ അല്ലേ?
നമുക്ക് ഇതിനകത്തോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1-1.25 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടിയാണ് കേട്ടോ, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. കൂന്തൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം വെളുത്തുള്ളി, ഇഞ്ചി, സവാളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ സവാളയിൽ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ബീഫ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് വെള്ളത്തിലാണല്ലോ വേവിച്ചെടുത്തത്, അപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഏകദേശമൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. സവാളയൊക്കെ ഒന്ന് ഇതായി കളറൊക്കെ മാറിയിട്ടോ. അപ്പം ഇനി സെറ്റായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയൊക്കെ അധികം വിതറി വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ തടവി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫൈനൽ സ്റ്റേജായി സെറ്റായി വന്നിട്ടുണ്ട്. ചെറിയ തീയിലിട്ടാണ് വേവിച്ചെടുത്തേക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പില വിതറി ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.